കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ വിദ്യാരംഭം കുറിച്ച് നൂറുകണക്കിന് കുഞ്ഞുങ്ങൾ നവരാത്രി പൂജയിലും വിജയദശമി പ്രത്യേക ചടങ്ങുകളിലും പങ്കെടുക്കാൻ കേരളത്തിൽ നിന്ന് ഭക്തരുടെ ഒഴുക്കായിരുന്നു. ആയുഷ്യം തേജ ആരോഗ്യം ദേഹി മേ പരമേശ്വരി. വിദ്യാദേവിയായ സരസ്വതിയെ തൊഴുത് അനുഗ്രഹം വാങ്ങിയാണ് കുരുന്നുകൾ ആദ്യാക്ഷരം കുറിച്ചത്. ക്ഷേത്രം തന്ത്രി നിത്യാനന്ദ അടികയുടെ നേതൃത്വത്തിലായിരുന്നു ചടങ്ങ്. ഈ വിജയദശമിയിൽ കുട്ടികൾക്ക് വിദ്യാരംഭ ചെയ്യുന്നത് ഒരു ശ്രേഷ്ഠ ഒരു അംഗമാണിത്. കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്ന് നിരവധി ഭക്തരാണ് എത്തിയത്. ഇന്നലെ ഇവിടെ എത്തി, ഇന്ന് എഴുത്തിനിരുത്തി അമ്പലത്തിൽ സമയത്ത് എഴുതു. ഇനി അടുത്ത ഘട്ടം എല്ലാ വർഷവും വരാറുണ്ട്. ഇടയ്ക്ക് ഞങ്ങൾ വന്നിട്ട് ഇപ്പോൾ ഒരു കഴിഞ്ഞ മാസം വന്ന് പോയേ ഉള്ളൂ. പ്രവാസികളും കുഞ്ഞുങ്ങളെ എഴുത്തിനിരുത്താൻ മൂകാംബികയും എത്തി. ഞങ്ങൾ ഓസ്ട്രേലിയയിലാണ് ഇത് താമസിക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾ ഇതിന് വേണ്ടിയിട്ട് വന്നതാണ്, ഇപ്പോൾ എഴുത്തിന് വേണ്ടിയിട്ട്. അദ്വൈത് എവിടെ വീട്? ചെലേരി, കണ്ണൂര്. കണ്ണൂർക്കാരാ? എഴുതിയോ? ഇടവിട്ടുള്ള മഴ വകവയ്ക്കാതെ ആയിരങ്ങൾ ദേവീസന്നിധിയിൽ എത്തി. പൂജയെടുപ്പിന് ശേഷം അരിയിലും മണലിലും അക്ഷരങ്ങൾ കുറിച്ച് മനസ്സ് നിറഞ്ഞ് ഭക്തർ മടങ്ങി. അതിരാവിലെ തുടങ്ങിയ വിദ്യാരംഭം കുറിക്കലിന് നിരവധി ഭക്തർ ഇവിടെ എത്തിയിരിക്കുന്നു. അറിവിൻ്റെ കലകളുടെ എല്ലാം തുടക്കം കുറിക്കാൻ ഇന്നത്തെ ദിവസം ഏറ്റവും പ്രധാനമാണ്. വിശേഷിച്ച് കൊല്ലൂർ മൂകാംബിക ക്ഷേത്ര സന്നിധിയിലാകുമ്പോൾ അത് ഇരട്ടി മധുരമാകുന്നു. അങ്ങനെ എത്തിയ ഭക്തരെല്ലാവരും ഉണ്ട്. ആ ഭക്തർക്കിടയിൽ നിന്ന് കൊല്ലൂർ മൂകാംബിക സന്നിധാനത്ത് നിന്ന് ടീം 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.